ഇവിടെ മുതൽ കണ്ടോ, ഇതാ ഹൈലൈറ്റ്. ഇതിപ്പോ ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ സൈഡിൽ നിന്ന് ഒരു ക്ലാരിഫിക്കേഷൻ തരണം എന്ന് എനിക്ക് തോന്നി. കാരണം സഹിക്കുന്നതിന്റെ അപ്പുറം ഞാൻ സഹിച്ചു കഴിഞ്ഞു. വേണ്ട ഫാദർ, അത് പറയണ്ട. കാരണം കള്ളങ്ങളുടെ മേളിൽ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക, സ്റ്റേറ്റ്മെന്റ്സ് പലതും മാറ്റിക്കൊണ്ടിരിക്കുക. എനിക്കത് പ്രൂവ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ കാല് പിടിക്കാം, ഇനി ഒന്നും വിളിച്ചു പറയല്ല. പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട് മുന്നേ എന്നോട് പറഞ്ഞത്. അത് ഈ ഷോ കഴിഞ്ഞ് പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ ആക്ച്വലി അറിയുന്നത്. പക്ഷെ ഈ ഷോ മേ ബി ആ ഒരു ഷോ കാരണമായിരിക്കും പല കാര്യങ്ങളും ഞാനും മുന്നേയും പലതും അറിയുന്നതും. താനാണ് ഇതിനൊക്കത്തിനും കാരണം. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് കാണിച്ചു തരാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് വളരെ വ്യക്തമായിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ ക്ലാരിഫൈ ചെയ്തു തരാം. അതേതായാലും നന്നായി. ഇതിന്റെ സംഭവം ഇപ്പൊ കല്യാണം എന്ന് പറഞ്ഞ സംഭവം എത്തിയല്ലോ. ഇത് ഇവൾ ഒരു നില നിന്നെൻ്റെ അടുത്ത് ബിഗ് ബോസിൽ പോകുന്ന മുമ്പേ കല്യാണം വേണം, കല്യാണത്തിന്റെ ഉറപ്പിക്കൽ, എന്തെങ്കിലും ചെയ്യണം. ഏറ്റവും കൂടുതൽ എഫക്ട് ആവുന്നത് എന്നെ തന്നെയാണ്. കാരണം ഞാൻ ആൾക്കാരുടെ മുമ്പിൽ ഒരു കോമാളിയായി അല്ലെങ്കിൽ ജോക്കർ ആവുന്ന രീതിയിലാണ്. കാരണം പല സമയത്ത് കള്ളങ്ങൾ ഇങ്ങനെ വിടിച്ചങ്ങ് പറയുക. ഇവിടെ വന്ന് എനിക്ക് വെറുതെ വന്നിട്ട് റിലേഷൻഷിപ്പ് ഇല്ല എന്ന് പറയണ്ട. ഇവൾ എന്തിനായി കള്ളം പറയുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയൂ. പക്ഷെ ഈ പ്രണയം പിടിച്ചു വെച്ചിരിക്കുക, കണ്ണിൽ പ്രണയം, പുറത്ത് എനിക്കതിലൊരു പ്രശ്നമില്ല. പക്ഷെ ഒരാളെ വെച്ചിട്ട് വേറൊരാളുടെ അടുത്ത് ഫീലിങ്സ് തോന്നുക, അതങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? അതെങ്ങനെ വിടാൻ പറ്റും? തെമ്മാടത്തിനൊന്ന് ഒരിക്കൽ പറഞ്ഞാൽ മതിയോ? ഇന്റർവ്യൂസ് ചോദിക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ പറ്റി എന്തുകൊണ്ട് കള്ളം പറഞ്ഞു എന്ന് ചോദിക്കേണ്ട കാര്യമാണ്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കാണിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. വേൾഡിൽ ഇതുപോലെ ഒന്നേ ഉള്ളൂ. ഇവളെ ഉണ്ടാക്കിയ ശേഷം പടച്ചോനെ അച്ഛൻ ഉടച്ചു കളഞ്ഞു. ഇന്റർവ്യൂസ് ചോദിക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ പറ്റി എന്തുകൊണ്ട് കള്ളം പറഞ്ഞു എന്ന് ചോദിക്കേണ്ട കാര്യമാണ്. അതൊക്കെ ഞാൻ വേറെ രീതിയിൽ പറഞ്ഞു കൊടുക്കും. ഇനി ഇപ്പൊ ഇത്തിരി നാറിയാലും അത് ഞാൻ അങ്ങനെ സഹിക്കും. ഇപ്പൊ ഉള്ളതിനേക്കാൾ കൂടുതൽ നാറരുതെന്ന് എനിക്ക് പ്രാർത്ഥനയുള്ളൂ. ഞാൻ പോകുന്നു. ബൈ ബൈ.